ഡിപ്പാർട്ട്മെന്റിനും സിസ്റ്റത്തിനും പിന്നെ തമ്മിലുള്ള പിന്നെ മേലെയുള്ള അധികാരികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാനുള്ള വ്യഗ്രതയാണ് പലപ്പോഴും കാണുന്നത്. ഞാനിതിനൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടല്ല കാണുന്നത്. കാരണം ആ കുട്ടിയെ കണ്ടു, അവിടെ അനുഭവിക്കുന്ന വേദന. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വലിനെ വെറും 9 വർഷം മാത്രം വയസ്സായിട്ടുള്ളൊരു കുട്ടിക്ക് ശേഷിക്കുന്ന ജീവിതത്തിൽ കൈയില്ലാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായി പരിശോധിച്ച് ഒരു കവറപ്പും ഇല്ലാതെ യാഥാർത്ഥ്യങ്ങളെ പുറത്തു കൊണ്ടുവന്നിട്ട് നടപടികൾ എടുക്കണമെങ്കിൽ എടുക്കണം. ആ കുട്ടിയുടെ തുടർന്ന് അങ്ങോട്ടുള്ള ജീവനും ജീവിതത്തിനും സംരക്ഷണം കൊടുക്കണം. ഇപ്പം ഞാൻ ഡോക്ടറോട് ചോദിക്കുകയായിരുന്നു, ഇനിയിപ്പോൾ അതിനിപ്പോൾ മറ്റ് ലിംബിൻ്റെ കാര്യങ്ങൾ, ആർട്ടിഫിഷ്യൽ ലിംബിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പം ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സാധനത്തിന് ചിലപ്പം 10-25 ലക്ഷം രൂപ വരെ വില വന്നേക്കാവുന്നത് ഉൾപ്പെടെ. കാരണം അത്ര ചെറിയ പ്രായമല്ലേ, വലത്തെ കൈ അത്ര ചെറിയ പ്രായം. അപ്പോൾ അതുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഇവിടെ ചികിത്സാ പഴവിൻ്റെ പേരിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോഴും അതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന സഹോദരിമാരെ ഈ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ അവസ്ഥയിലേക്ക് ആ കുട്ടിയെ തള്ളിവിടരുത്. ചികിത്സാ ചെലവ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണം. അവരുടെ കുടുംബത്തിന് പിന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കണം, സഹായിക്കണം. അത്ര ചെറിയ കുഞ്ഞാണിതിന് ഈഗോ വെടിഞ്ഞിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്താനും പറയാനും മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാവണം.